ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc-കാരുടെ മലയാളത്തിലുള്ള വിനിമയ മലയാളവും ശാസ്ത്രരചനയും എന്ന ബുക്കിലുള്ള ഒരു പാഠഭാഗമാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ഇത് ആദ്യത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ പാഠമാണ്. അമ്പിളിമാമൻ്റെ യാഥാർത്ഥ്യം ജീവൻ ജോബ് തോമസ് ആണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അമ്പിളിമാമൻ്റെ യാഥാർത്ഥ്യം, ജീവൻ ജോബ് തോമസ്. ഒരു ഉരുള ചോറുണ്ണാൻ അമ്മ എത്ര വട്ടം ആകാശത്തേക്ക് വിരൽ ചൂണ്ടി നോക്ക് അമ്പിളിമാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആകാശത്ത് തിളങ്ങുന്ന വെള്ളിക്കിണ്ണത്തിൻ്റെ അത്ഭുത പ്രതിഭയിൽ പിളർന്നുപോയ വായിലേക്ക് സൂത്രത്തിൽ തള്ളിക്കയറ്റിയ ഉരുളകളുടെ കരുത്തിലല്ലേ നാം വളർന്നത്. ചന്ദ്രൻ എന്നത് ഭൂമിയുടെ ഏക ഉപഗ്രഹം എന്ന ലളിത നിർവചനത്തിൽ മാത്രം ഒതുക്കി നിർത്താനാവുന്ന ഒന്നല്ല. മനുഷ്യജീവിതത്തിൻ്റെ വളർച്ചയുടെ പടവുകളിൽ അത് ആർജിച്ചെടുക്കുന്ന രൂപകങ്ങൾ എത്രയെത്രയാണ്. ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ച നാൾ രാത്രി കരഞ്ഞു കരഞ്ഞ് തളർന്ന അവനെയും അവൻ്റെ അമ്മയെയും ബന്ധുക്കളെയും കണ്ടുനിന്ന് ശക്തി ക്ഷയിച്ച് പുറത്തെ വേലിപ്പടർപ്പിൽ ചാരി നിൽക്കുമ്പോൾ മാനത്തെ പടർന്ന വിശാലതയിൽ ഒരു വലിയ പ്രപഞ്ചനാടകം അരങ്ങേറുകയായിരുന്നു. ചന്ദ്രത്തളികയെ പതിയെ പതിയെ ഭൂമിയുടെ നിഴൽ കാർന്നു നിന്നുകൊണ്ടിരുന്നു. ആ രാത്രി ഗ്രഹണം കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം ഉയർന്ന ചോദ്യം ഇതാണ്: ഗ്രഹണവും മരണവും തമ്മിൽ എന്ത്? വളരെ കാലം കഴിഞ്ഞാണ് വായിച്ചത്. ഹ്യൂമൻ ബീങ്സ് ഹാവ് സെലക്റ്റീവ് മെമ്മറീസ്. ഓർമ്മകൾ അടയാളപ്പെടുത്തുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ചില പിന്താങ്ങൽ സംവേദനങ്ങളുടെ സഹായത്തോടെയാണ്. കൂട്ടുകാരൻ തൻ്റെ അച്ഛനെക്കുറിച്ച് പിന്നീട് എപ്പോഴോ സംസാരിച്ചപ്പോൾ അന്നെല്ലാം മനസ്സിൽ തീവ്രമായ ഒരു തെളിമയോടെ ആ ഗ്രഹണം പുനരരങ്ങേറിയിട്ടുണ്ട്. മീൻ പുളയ്ക്കുന്ന കുളപ്പരപ്പിലും ഉഴുതു കളമൊരുക്കി വിത്തിനായി കാത്തുകിടക്കുന്ന വയലിലും കിണറിൻ്റെ തെളിനീരിലും തിമിർത്തൊഴുകുന്ന തോട്ടുവെള്ളത്തിലും ആകാശത്തെ മറയ്ക്കുന്ന ഇടപടർപ്പുകളിലും അങ്ങനെ ജീവിതം തളിർക്കുന്ന ജൈവമണ്ഡലത്തിലെ ഓരോ ചെറു സാധ്യതകളിലും നിലാവ് അതിൻ്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാ അറിവുകളും ആരംഭിക്കുന്നത് ഓർമ്മകളുടെ തളിർക്കുന്ന നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. രാത്രി മേൽക്കൂരയ്ക്ക് പുറത്താണ് നാം നിൽക്കുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ ഏതൊരു സൂക്ഷ്മാവസ്ഥയും സാക്ഷിയായി ചന്ദ്രൻ്റെ ഏതെങ്കിലും ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ടാകും. ആകാശത്തെ സുന്ദരമുഖത്തിൻ്റെ വൃദ്ധിക്ഷയത്തിന് കാരണമായി ആദ്യം കേട്ടതും പിന്നെ വലുതായപ്പോൾ ഗൃഹാതുരത്വം മണപ്പിക്കുന്ന കൗതുകത്തോടെ ഉള്ളിൽ നിറഞ്ഞതും ഈ സാക്ഷ്യത്തിൻ്റെ സാധ്യതയിൽ നിന്നും പെരുകി തെളിഞ്ഞ ഭാവനകളാണ്. രാത്രിയിലെ എലിപ്പുറത്തു നിന്നും മറിഞ്ഞു വീണ് ഒരിക്കൽ ഗണപതിയുടെ കുംഭ പിളർന്ന് തിന്നവയെല്ലാം പുറത്തു വന്നു. ആരും കാണാതെ പുറത്തു വന്നതെല്ലാം മുറിവിലൂടെ തന്നെ അകത്താക്കി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് എല്ലാം കണ്ടേ എന്ന കുസൃതിച്ചിരിയുടെ മുകളിൽ ചന്ദ്രൻ. മാനക്കേട് മറയ്ക്കാൻ ഗണപതി ഭഗവാന്റെ വക ശാപം. 28 നാളിൻ്റെ ചക്രത്തിലിങ്ങനെ തേങ്ങാപ്പൂളിനോളം മുറിക്കപ്പെട്ട് തരം താഴ്ത്തപ്പെടാനും പിന്നെ ചിലപ്പോൾ അസ്തിത്വത്തെ സംബന്ധിച്ച ഒരു തെളിവും അവശേഷിപ്പിക്കാനാവാതെ ഏതോ അഗാധതയിൽ മറഞ്ഞിരിക്കാനും വിധിക്കപ്പെട്ട് ഇത്തരം ഏതോ ഒരു ശാപത്തിലാണെന്ന് വിശ്വസിച്ചതായിരുന്നു കുട്ടിക്കാലം.